മണിയായിട്ടാ. ഞാൻ ചായ കുടിക്കണുള്ളൂ, കാപ്പി ഉണ്ടാക്കി, തലവേദന എടുത്തിട്ട് വയ്യ. അപ്പോൾ രാവിലെ മുതൽ തന്നെ ഇന്ന് ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്ത് ഇങ്ങനെ തുടങ്ങിയിട്ടാ. രാവിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഫുള്ള് ഹോസ്പിറ്റലിലായിരുന്നു. വന്ന് ചായ കുടിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഇന്നുണ്ടായ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. പിന്നെ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഡ്ഡലി പിള്ളേർക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ കാവത്തുണ്ടല്ലോ അതുണ്ട്, അതൊന്ന് പുഴുങ്ങി അതുകൊണ്ട് ചമ്മന്തി മീൻകറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ അത് കഴിക്കാം, അല്ലെങ്കിൽ ഇഡ്ഡലി കഴിക്കാം. വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല ഇഡ്ഡലി. ഇഡ്ഡലി ആണെങ്കിൽ അവർ ചോറുണ്ണല പതിവ്. എന്നാലും ഇന്നിപ്പോൾ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ കാവത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് വെന്തിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വെള്ളം ഊറ്റി കളയാം. നല്ല വെന്തുടഞ്ഞിട്ടുണ്ട്. നല്ല വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ചമ്മന്തി ഉണ്ടാക്കാം, എന്നിട്ട് കഴിക്കാം കേട്ടോ. കല്ലിൽ ഉണ്ടാക്കാൻ ചമ്മന്തി ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും പുളിയും കൂടിയിട്ട് ചതച്ചിട്ട് ചമ്മന്തി റെഡിയാക്കാം കേട്ടോ. ചമ്മന്തി പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അവിടെ. ചമ്മന്തി റെഡിയായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീൻകറി ഒരു ഭാഗത്തിരുന്ന് ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ മീൻകറിയും കാവത്ത് പുഴുങ്ങിയതും കണ്ടപ്പോൾ പിന്നെ എല്ലാവരും അതാണ് കഴിച്ചത്. ഇഡ്ഡലി ആരും കഴിച്ചില്ല കേട്ടോ രാവിലെ. അപ്പം നമ്മുടെ കുട്ടുവിൻ്റെ സ്കൂളിലെ ഓപ്പൺ ഹൗസാണ് കേട്ടോ അന്ന്. അതിന് പോവാണ്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ടീച്ചർമാരെന്തൊക്കെയാണ് പറയണാവോ. കുറുമ്പിൻ്റെ കൂടാണല്ലോ, കുറേ പറയാനുണ്ടാവും അവർക്ക്. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ, കണ്ണ് തുറന്ന് നോക്കാൻ പറ്റുന്നില്ല വെയിലുകൊണ്ട്. അപ്പോൾ സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ സ്കൂളിലെത്തി, അങ്ങനെ അവിടെ കയറി സൈൻ ചെയ്തു കേട്ടോ. എക്സാമിൻ്റെ പേപ്പർ കണ്ടു ഞാൻ. മലയാളത്തിൽ ഫുൾ മാർക്ക് ഉണ്ട്, പിന്നെ മാത്സിൽ 2 മാർക്ക് പോയി. പിന്നെ ഇംഗ്ലീഷ് പേപ്പർ കാണാനില്ല. ഇംഗ്ലീഷ് എക്സാം എഴുതിയില്ലേ നീ? എന്താ അത് കണ്ടിട്ടില്ല. പിന്നെ EVS കുഴപ്പമില്ല. മാർക്കിന്റെ കാര്യമല്ല പറയണേ, കുറുമ്പിന്റെ കാര്യം പറയണേ. എന്താ അവിടെ കാണിക്കണേ? പ്രിൻസിപ്പലിന്റെ ചീത്ത കേട്ടു എന്ന് പറയണ്ടല്ലോ. കുറുമ്പ് എന്തുണ്ടായി മിനിഞ്ഞാന്ന്? എന്താണ് മാം ലീവായിരുന്നു ഇത്ര. എന്നിട്ട് ഇവരുടെ ക്ലാസ്സിലെ ബഹളം കേട്ടിട്ട് പ്രിൻസിപ്പൾ വന്നിട്ട് ഇവരെല്ലാവരും ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞു. മാം പറയണേ ബോയ്സിനെ കൊണ്ടോ വലഞ്ഞിരിക്കുകയാണ്, ഗേൾസ് ഇപ്പൊ തുടങ്ങിയേക്കണു എന്നൊക്കെ. ഇവൻ പിന്നെ കുറച്ച് പിള്ളേരെ കൊണ്ട് പേരുകൂടിയും പറഞ്ഞു. ഒറ്റങ്ങളൊക്കെ അത്ര ഭയങ്കര കുടുംബന്മാര്. ബോക്സ് കൊണ്ട് വണ്ടി ഓടിച്ച് കളിക്കുക, പിന്നെന്താ അതാ വരുന്നു. പിന്നെ ബോക്സ് കൊണ്ട് വണ്ടി ഓടിച്ച് കളിക്കുക, ബുക്ക് കൊണ്ട് വീടുണ്ടാക്കുക, പിന്നെ പെൻസിലുകളോ ഒടിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ പണി. ഇത്രേ ഓടിക്കോ? നീ ഓടിക്കോ? വെറുതെ അല്ലേ ഇവിടുന്ന് പെൻസിലും ബുക്കൊക്കെ ഒരു ദിവസത്തിന് മാത്രം. ദിവസം ഓരോ പുസ്തകവും പെൻസിലും റബ്ബറും കട്ടറൊക്കെ ഉണ്ടാക്കണം. ഞാൻ നടക്ക് ചേച്ചി വിളിക്കിണ്ട് പോയോക്കട്ടെ. അപ്പൊ വിളിച്ചത് വേറെ ഒന്നിനും അല്ല കേട്ടാ, കാല് ഇന്നലെ ഉളുക്കിയിട്ടല്ലേ ഇരുന്നായിരുന്നേ. ഇപ്പൊ ദാ ഭയങ്കര വേദന അന്ന് കാല്. അങ്ങനെ വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ. അവിടെ എത്തിയപ്പോ തന്നെ നടക്കാനും കൂടിയും വയ്യ. അപ്പൊ അവര് വീൽ ചെയറും കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടാ. കുട്ടു ഹോസ്പിറ്റലിൽ വന്നത് എന്താ കളിക്കാൻ വന്ന പോലെ അവിടെ കിടന്ന് ഓടിയോണ്ട് നടക്കുമായിരുന്നു. പിന്നെ ഉച്ച സമയമായതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ടോക്കണൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ റൂമിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ അവളെന്നെ. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞപ്പോൾ സിസ്റ്റർമാർ അവളെന്നെ എക്സ്റേ റൂമിലേക്ക് കൊണ്ടുപോയി കേട്ടോ.
ഞാനങ്ങനെ അവിടെ കുറേ നേരം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് ബില്ലടയ്ക്കാൻ പോയിട്ട് വരുന്ന വരവാണ് കേട്ടോ അത്. ഈ വീഡിയോ അവൻ കണ്ടപ്പോൾ അനാമിയും കുട്ടും രണ്ടെണ്ണമായി എന്ന് പറഞ്ഞിട്ട് അവൻ കുറേ ചിരിച്ചു കേട്ടോ. പിന്നെ എക്സ്റേ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിഗ്മെൻറ്റ് പോയിട്ടുണ്ട്, അപ്പോൾ പ്ലാസ്റ്റർ ചെയ്യാണ് നല്ലതെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അവളെന്നെ കാഷ്വാലിറ്റിയിലേക്ക് അങ്ങോട്ട് കെടുത്തിയിട്ടോ. വന്നിട്ട് പിന്നെ ഡോക്ടർ വന്നിട്ട് പ്ലാസ്റ്റർ ഇട്ടന്നു. കുറച്ച് ടൈം പിടിച്ചു പ്ലാസ്റ്റർ ഇടാനായിട്ട് ഡോക്ടർ വരാൻ. ഉള്ള തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ അങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് തന്നു. എന്നിട്ട് 3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് വെട്ടാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയായി. വണ്ടിയിലൊക്കെ കയറാൻ നല്ല പാടുപെട്ടു. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് മുഴുവനും ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോയി.